ஆண்டவருடைய நாமம் மகிமைப்படுவதாகട്ടെ. ஆண்டவர் നമുക്ക് പിന്നെ ഒരു കത്ര ദിവസം നൽകിയിരിക്കെ ആണ്ടവരുടെ വചനങ്ങളിൽ നിന്ന് വാസിച്ച് അവൻ എന്നാ നമ്മളോട് പേശുന്നത് നമുക്ക് പാക്കലാം. നമുക്ക് എപ്പിസോഡ് 142 താൻ വാസിക്കാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് 142. അത് ഇത് ബൈബിൾ സ്റ്റഡി താൻ ഇത് നമ്മൾ ഫിലിപ്പി ലേഖനം 4:8 വാക്യം താൻ നമ്മൾ വാസിച്ച് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ 4:7 വാക്യം നമ്മൾ വാസിച്ചിട്ട് 4:8 വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. അതായത് നമുക്ക് ആണ്ടവർ 7 വാക്യത്തിൽ എന്നാണ് ചൊല്ലുന്നതെന്ന് നമുക്ക് പാക്കലാം. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം, അതായത് ഇങ്ങനെ ചൊല്ലിയിരിക്കുന്നത് എല്ലാ ബുദ്ധിയിലും മേലായിരിക്കുന്ന ദൈവസമാധാനം, ആണ്ടവരുടെ സമാധാനം നമുക്ക് നൽകിയിരിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവെങ്കിൽ കാക്കും. ആ സമാധാനം നമ്മൾ ക്രിസ്തു യേശുവിൽ നമ്മളെ കാത്തിടും. അതായത് നമ്മളെ കാക്കുന്ന ആരുതാൻ? ദൈവത്തിൻ്റെ സമാധാനം താൻ നമ്മളെ കാക്കും. ഇംഗ്ലീഷിൽ ആൻഡ് ദ പീസ് ഓഫ് ഗോഡ് വിച്ച് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം, അല്ലെങ്കിൽ ആണ്ടവരുടെ സമാധാനം വിച്ച് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾക്ക് വിസാരിക്കുന്ന എല്ലാ കാര്യത്തിലും മേൽ ഓൾ അണ്ടർസ്റ്റാൻഡിങ്, എല്ലാ ജ്ഞാനത്തിലും അണ്ടർസ്റ്റാൻഡിങ് ഷാൽ കീപ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ്. അത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും എന്നെ ചെയ്യും? ക്രിസ്തു യേശുവിൽ അത് സൂക്ഷിച്ചിടും, അല്ലെ കാത്തിടും എന്ന് താൻ എനിക്ക് ചൊല്ലുന്നത്. അതായത് നമ്മളെ കാക്കുന്ന ആര്? നമ്മൾ ക്രിസ്തു യേശുവിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും ആര് താൻ സൂക്ഷിക്കുന്നത്? ക്രിസ്തു യേശു. അത് എപ്പടി സൂക്ഷിക്കുന്നത്? ക്രിസ്തു യേശുവിൻ്റെ മഹാസമാധാനം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോളേജ്, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ കവിയുന്ന ക്രിസ്തു യേശുവിൻ്റെ ദൈവസമാധാനം, അത് താൻ നമ്മളെ കാക്കുന്നത്. എന്നിട്ട് നമ്മളെ കാക്കുന്നത് നമ്മൾ പഠിച്ചാച്ച്. നമ്മൾ ഇനി 8 വാക്യത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് 8 വാക്യത്തിൽ ആണ്ടവർ നമ്മൾ പേശുന്നത് നമുക്ക് പാക്കലാം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്നെങ്കിൽ ചൊല്ലുത്, നമ്മൾ ചില കാര്യങ്ങളെ നമ്മൾ വിചാരിപ്പീൻ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിപ്പീൻ. അത് എന്നൊക്കെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പാക്കുന്ന അപ്പോസ്തലനായ പൗലോസ് സഹോദരന്മാർക്ക് ഞാൻ എഴുതുക. പിന്നെ ഞാൻ ചൊല്ലുന്നത് സഹോദരന്മാർക്ക്, അവിശ്വാസികൾക്ക് വേണ്ടിയല്ല. ഇങ്ങനെ സഹോദരന്മാർ, ഒടുവിൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് കടസിയായിട്ട് ഞാൻ എന്നാ ചൊല്ലുതെന്ന് ചോദിച്ചാൽ, ഒടുവിൽ കടസിയായിട്ട് നിങ്ങളോട് ഞാൻ ചൊല്ലുന്നത് സത്യമായതൊക്കെ നമ്മൾ എന്നാ വിചാരിക്കണമെന്നോ എന്നാ ചിന്തിക്കണമെന്ന് സത്യമായത് മറ്റും, അല്ലാതെ അസത്യമായത് ഒന്നുമേ നമ്മൾ ചിന്തിക്കാൻ മടിയാതെ. അതായത് നമ്മൾ എപ്പോഴുമേ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മൾ അസത്യമായ കാര്യങ്ങൾ താൻ നമ്മൾ എപ്പോഴുമേ വിചാരിക്കരുത്, എപ്പോഴും ചിന്തിക്കരുത്. ഇங்கே ആണ്ടവരുടെ വചനം എന്നാ ചൊല്ലുന്നത്? നിങ്ങൾ സത്യമായത് മറ്റും ചിന്തിപ്പീൻ. നിങ്ങൾക്ക് എന്നാ ചിന്തിക്കേണ്ടത്? സത്യമായത് മറ്റും നിങ്ങൾ ചിന്തിപ്പീൻ. ഒക്കെയും ഘനമായത് ഒക്കെയും, അതായത് നിങ്ങൾക്ക് ഘനമേറിയെന്ന് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ ഘനം അല്ല എങ്കിൽ ചൊല്ലുന്നത്, ആത്മാവിൽ അല്ലെങ്കിൽ വചനത്തിൽ നിന്നും ഘനമേറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണം. അതൊക്കെയും നമുക്ക് തേവപ്പെടും. അതുകൊണ്ട് ആണ്ടവരുടെ ഘനമേറിയ കാര്യങ്ങൾ നമ്മൾ ഒക്കെയും അതൊക്കെയും സകലവും നീതിയായൊക്കെ, അതായത് ശരിയായ സത്യമല്ലാതെ വേറെ ഒന്നുമല്ല. നീതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ചൊല്ലുന്നത്?
ദൈവത്തിൻ്റെ റൈച്ചസ്നസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി, അതായത് നമ്മുടെ ജീവിതത്തിൽ കപടമായത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ ഒന്നും വിസാരിക്കാതെ നമ്മൾ എന്നാ ചെയ്യണം? ഘനമായതൊക്കെയും നമ്മൾ ചിന്തിക്കണം. പിന്നെ சொல்லுது രമ്യമായതെന്ന് ചൊല്ലിയാൽ നല്ല തേപ്പടും. നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കൊന്ന് വാസിച്ചിടാം. നിങ്ങൾ ഇംഗ്ലീഷിലാകുമ്പോൾ കൊഞ്ചും കൂടെ നമുക്ക് ആംഗ്ലത്തിൽ എന്നാ എഴുതിക്ക് ഫൈനലി ബ്രദർ എൻ സഹോദരന്മാരെ അവസാനമായി എന്നാ ചൊല്ലുത്? വാട്ട്സോ എവർ തിങ്സ് ആർ ട്രൂ, നിങ്ങൾ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നോ വാട്ട്സോ എവർ എന്തൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നോ അത് സത്യമായിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വാട്ട്സ് ഓവർ തിങ്സ് ആർ ഓണസ്റ്റ്, അതായത് നിങ്ങൾ ചെയ്യുന്ന ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അത് തപ്പായ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. ഇന്ത്യയിൽ നമ്മൾ ഏത് സത്യമായതൊക്കെ ഘനമായത്, അത് ഇங்கே ഹോണസ്റ്റ് എന്ന് ചൊല്ലിയിരിക്കെ, ഓണസ്റ്റ് എന്ന് ചൊല്ലുമ്പോൾ അത് നമുക്ക് മനസ്സിലാവണം നമ്മൾ ട്രൂത്ത്ഫുൾ ആയിരിക്കണം. അതുതാണ് ഇங்கே വാട്ട്സ് ഓവർ തിങ് ഓണസ്റ്റ് ആൻഡ് വാട്ട്സ് എവർ തിങ്സ് ആർ ജസ്റ്റ്, അതായത് ശരിയായത്, അതായത് നീതിയായത് മറ്റും താൻ നിങ്ങൾ ചിന്തിക്കണം. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾ എപ്പോൾ ചിന്തിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനമായിട്ട് താൻ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ വിസാരിച്ചിട്ട് കാര്യമില്ല. ഇங்கே എന്താണ് சொல்லுது? നിങ്ങൾ വാട്ട്സോ എവർ തിങ്സ് ആർ ജസ്റ്റ്, അതായത് നീതിയായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അത് സത്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരു കപടം ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളൊരു തപ്പ് ചെയ്യാതെ നിങ്ങൾ ന്യായമായ രീതിയിൽ ജസ്റ്റ് അത് ന്യായമായ രീതിയിൽ നിങ്ങൾ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്ട് ഓവർ തിങ്സ് ആർ പ്യുവർ, അതായത് അത് പ്യുവർ എന്ന് വെച്ചാൽ അതിൽ ഒരു കളങ്കവും കാണാൻ പാടില്ല. അതല്ലെങ്കിൽ അതിൽ ഒരു ഏതെങ്കിലും സാധനത്തിൽ നമ്മൾ എന്തെങ്കിലും അതിൽ വേറെ ഒന്നും കൂട്ടാതെ, അത് പ്യുവർ എന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഒന്നും കൂട്ടാതെ ഏഡ് പണ്ണാതെ അത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അത് എത്രയും പ്യുവറായിരിക്കുന്നു, എത്രയും അത് ക്ലീൻ ആയിരിക്കുന്നു അത് താൻ വേണം. അല്ലെങ്കിൽ അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. അത് പ്യുവർ. പിന്നെ എന്നാ ചൊല്ലുത്? whatsoever things are pure and whatsoever things are lovely. ഇങ്ങനെ ചൊല്ലുക നിങ്ങൾ whatsoever things are ലവ്ലി എന്ന് ചൊല്ലിയാൽ നിങ്ങൾ സ്നേഹത്തിൽ വേണം അതെല്ലാം ചിന്തിക്കാൻ. നിങ്ങൾ എന്തൊക്കെ അത് സ്നേഹത്തിൽ ചെയ്യാൻ പറ്റുമോ, അല്ലാതെ ദുഷ്ട വിചാരങ്ങളാൽ ചെയ്യുന്ന കാര്യമല്ല, സ്നേഹത്തിൽ ചിന്തിക്കാൻ ഞങ്ങൾക്ക് ഇടയാകണം. അതല്ല വാട്ട്സ് എവർ തിങ്സ് ആർ ഗുഡ്, അത് ഏതൊക്കെ ശരിതാൻ അത് താൻ നിങ്ങൾ ചെയ്യണം. അതായത് തപ്പ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് നമ്മൾ വാസിക്കുന്നു വാട്ട്സ് എവർ തിങ്സ് ആർ ഗുഡ് റിപ്പോർട്ട്, ശരിയായ ശരിയായ അടിസ്ഥാനത്തിൽ താൻ നമ്മളെല്ലാമേ ചെയ്യണം. ഇഫ് ദർ ബി എനി വേർച്യൂ, അത് മറ്റുമല്ല സൽക്രിയ ഒക്കെയും സൽഗുണമോ പോഷോ ഒക്കെയും അതായത് വർഷു എന്ന് ചൊല്ലിയാൽ നമുക്ക് റിപ്പോർട്ട്, അതായത് നീതിയായിട്ടുള്ള കാര്യങ്ങൾ. ഇഫ് ദർ ബി എനി പ്രൈസ്, അതായത് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റുന്ന രീതിയിൽ, അതായത് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ വെക്കും പ്രൈസ് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് മറ്റുമല്ല ആർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു സ്തുതി അല്ലെങ്കിൽ സ്തോത്രത്തോടെ വേണം നമ്മൾ ചെയ്യാൻ. ദർ ബി എനി പ്രൈസ് തിങ്ക് ഓൺ ദിസ് തിങ്, ഈ കാര്യം മറ്റും താൻ നമ്മൾ ചിന്തിക്കേണ്ടത്. അന്നേരം ഇங்கே അപ്പോസ്തലനായ പൗലോസ് എത്ര കാര്യം ചൊല്ലിയിരിക്കുക? ഒന്ന് ചൊല്ലിയിരിക്കുക സത്യമായത്, രണ്ടാമത് ചൊല്ലിയത് ഘനമായത്, മൂന്നാമത് ചൊല്ലിയത് നീതിയായത്, നാലാമത് ചൊല്ലിയത് നിർമ്മലമായത്, അഞ്ചാമത് ചൊല്ലിയത് രമ്യമായത്, ആറാമത് ചൊല്ലിയത് സൽകീർത്തിയായത്, ഏഴാമത് ചൊല്ലിയത് സൽഗുണമോ,
8-ാം വയസ്സിൽ ഇത് പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഇതെല്ലാമേ നമ്മൾ ചിന്തിച്ചു. ഇங்கே മലയാളത്തിലെ പുകഴ്ചയോ എന്ന് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ പുകഴ്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ സ്തുതിപ്പാൻ അല്ലെങ്കിൽ അവർക്ക് പുകഴ്ച കൊടുക്കുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്നായിരിക്കണം, ആണ്ടവരുടെ കാര്യത്തിൽ നമ്മൾ വളരെ ഗൗനിച്ച് വേണം നമ്മൾ പാക്കാൻ. ആണ്ടവർക്ക് ചിത്തമായതാൻ ചെയ്യണം. കാരണം ആണ്ടവർ നമ്മളെ വാസിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആണ്ടവർ നമ്മളെ പാത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ചിന്തകളും നമ്മുടെ കാര്യങ്ങളൊക്കെ അവന് തിരിയുമ്പോൾ ഇതെല്ലാമേ കണക്കൂടും, അത് കൂട്ടും. അന്നേരം നിങ്ങൾ ഇത് നമ്മൾ വാസിച്ചാൽ ഇതെല്ലാമേ സൊല്ലത് ഒന്നാൻ ഒരു താൻ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും അത് നമ്മൾ തപ്പായ രീതിയിൽ ചിന്തിക്കാതെ ആണ്ടവർക്ക് ചിത്തമായി ചിന്തിക്കണം. അതായത് നിങ്ങളുടെ ഫോക്കസ് എന്തായിരിക്കണം, ആണ്ടവരെ നീ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആണ്ടവർ നാമം പുകഴണം. അല്ലെങ്കിൽ ആണ്ടവർക്ക്, അതായത് ആണ്ടവർ നമുക്ക് നല്ലപോലെ പൊഴിയും. ആണ്ടവർ എന്നതാൻ അവൻ പവിത്രൻ തന്നെ. പവിത്രൻ എന്ന് ചൊല്ലിയാൽ അവൻ ദുഷ്ടതയിൽ നിന്നും വേർപെട്ടവൻ, അല്ലെങ്കിൽ അവനിൽ ഒരു കുറ്റവും ഇല്ലാത്തവൻ, അവനിൽ ഒരു തപ്പും ഇല്ലാത്തവൻ. അവന് അതേ രീതിയിൽ താൻ നമ്മൾ ചെയ്യുമ്പോഴും ആണ്ടവർ അതേ രീതിയിൽ താൻ പാക്കുക. നിങ്ങളിൽ ഒരു തപ്പും കാണാൻ പറ്റാതെ ഇരിക്കണം. അതായത് നിങ്ങൾ തപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആണ്ടവർ അത് മന്നിക്കുകയില്ല എന്ന് നമുക്ക് നല്ലപോലെ തിരിയും. അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാം ആണ്ടവർക്ക് ചിത്തമായിരിക്കണം. നമ്മൾ ഈ ചൊല്ലിയ 8 കാര്യങ്ങൾ നമ്മളിപ്പോൾ വാസിച്ചു. ആ കാര്യത്തിന് ഒത്തവണ്ണം നമ്മൾ വേണം ചെയ്യാൻ. 8 കാര്യത്തിൽ സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയോ, അതായത് 8 കാര്യങ്ങൾ താൻ നമ്മളിങ്ങനെ പഠിച്ചു. നമ്മൾ 7-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചത് നമ്മൾ പാക്കുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ, അല്ലെങ്കിൽ നമുക്ക് തിരിയുന്നതിലും അതീതമായ, അല്ലെങ്കിൽ അതിലും അപ്രയമായ, അല്ലെങ്കിൽ അതിനും മുകളിലായ ദൈവത്തിൻ്റെ സമാധാനം താൻ നമുക്ക് ദൈവം നമുക്ക് തരും. ദൈവസമാധാനം, ആണ്ടവരുടെ സമാധാനം, ആണ്ടവരുടെ ആ കൃപ നമ്മുടെ മേൽ ചൊരിയുകയാണ്. എന്നൊക്കെ ചെയ്യുമെന്ന് നമ്മളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. അത് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ക്രിസ്തുവേശുവിൽ കാത്തിടും, അല്ലെങ്കിൽ പാത്തിടും, അല്ലെങ്കിൽ അത് പരിപാലിച്ചിടും. അന്നേരം അങ്ങനെ നമ്മൾ ആകുമ്പോൾ നമ്മൾ ഈ 8 കാര്യം അതേപോലെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആണ്ടവർ അത് ரொம்ப സ്ട്രിക്റ്റായിട്ട് തന്നെ നമ്മളോട് ചൊല്ലിയിരിക്കും, നമ്മുടെ പേശിയിരിക്കും. അന്നേരം നമ്മൾ ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവർ നമുക്ക് ദൈവികമായ സമാധാനം നൽകിയിരിക്കുകയാണ്. അത് നമ്മുടെ ചിന്തകൾക്കെല്ലാം അപ്പുറമായ സമാധാനം നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് നൽകിയിരിക്കുന്നു എന്നതാണ് ചൊല്ലിയിരിക്കുന്നത്. നമുക്ക് ആ നൽകിയിരിക്കുന്ന ദൈവസമാധാനത്തിൽ ആണ്ടവർക്ക് നമുക്ക് ചിത്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം ആണ്ടവർ നമുക്ക് ഇടയാക്കട്ടെ. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് നമ്മൾ ആണ്ടവരുടെ വചനം പഠിക്കുമ്പോൾ നമ്മൾ എപ്പടി നമ്മൾ കാക്കണം, അല്ലെങ്കിൽ നമ്മൾ പാക്കണം, എപ്പടി നമ്മൾ ജീവിക്കണം, അതെല്ലാം ഇങ്ങനെ ആണ്ടവർ നമ്മോട് പേശിയിരിക്കുക. അന്നേരം നമ്മൾ പേശുമ്പോൾ ആണ്ടവർക്ക് ചിത്തമായി ചെയ്യാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവർക്ക് മഹിമവും ആണ്ടവരെ നമ്മൾ സ്തുതിക്കും. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമീൻ.